പുതിയൊരു സംഭവം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് കോർഡിനേറ്റ് ജിയോമെട്രീനെ ബേസ് ചെയ്ത് നമ്മുടെ എസ്എസ്സി ആണേലും ചില ടൈമിൽ റെയിൽവേസിനും കോർഡിനേറ്റ് ജിയോമെട്രീനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. അതേസമയം മലയാളത്തിൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ള എക്സ്പ്ലനേഷൻ കുറവാണ്. അപ്പോൾ എന്താ ആലോചിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ ഓരോരോ ടോപ്പിക്കുകൾ അത് ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് നമ്മൾ കോർഡിനേറ്റ് ജിയോമെട്രി ചെയ്ത് ഇടുക എന്നാണ് ആലോചിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു പ്ലേലിസ്റ്റ് ആയിരിക്കും ഈ ഒരു ടൈമിൽ നമ്മൾ ആദ്യം ഫില്ല് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ കോർഡിനേറ്റ് ജിയോമെട്രി എന്ന് പറയുമ്പോൾ തന്നെ അറിയാം നമുക്ക് 2D ആണെന്നറിയാം. 2D കോൺസെപ്റ്റിൽ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഈ ഒരു സ്ക്രീൻ നോക്കുക. ഈ ഒരു സ്ക്രീനിൽ ഞാൻ ഇവിടെ ഒരു പോയിന്റ് ഇട്ടു. ഇവിടെ ഒരു പോയിന്റ് ഇട്ടു. അപ്പോൾ അതിൻ്റെ ഒരു പൊസിഷൻ എനിക്ക് കാണിക്കണമെങ്കിൽ ഇത് ബേസ് ആണെന്ന് വിചാരിക്കാം. ഈ താഴെ കിടന്ന ലൈൻ ഇത് ഹൈറ്റ് ആണെന്ന് വിചാരിക്കാം. എനിക്ക് ആ ഒരു പോയിന്റ് പി എന്ന് പറയുന്ന ഒരു പോയിന്റിനെ കറക്റ്റായിട്ട് റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ കറക്റ്റ് അതിന്റെ പൊസിഷൻ കിട്ടണമെങ്കിൽ എനിക്ക് താഴത്തു നിന്നുള്ളൊരു ഹൈറ്റ്, അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്നുള്ളൊരു ഹൈറ്റ്, അല്ലേ? ഈ ഒരു സൈഡിൽ നിന്നുള്ളൊരു ഹൈറ്റ് ആണെന്ന് വിചാരിക്കാം, പെർപെൻഡിക്കുലർ ഹൈറ്റ് ആണെന്ന് വിചാരിക്കാം. അത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു പോയിന്റിനെ കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്യാം. അതായത് ഇതിപ്പോൾ താഴത്തുനിന്ന് 5 മീറ്റർ ഹൈറ്റിലാന്ന് വിചാരിക്കുക, മോളിൽ ഈ സൈഡിൽ നിന്ന് 7 മീറ്റർ ഹൈറ്റിലാന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്കിവിടെ എന്താ, ഈ പോയിന്റ് കറക്റ്റായിട്ട് എനിക്കൊരു പോയിന്റിന്റെ കറക്റ്റ് ഒരു പൊസിഷൻ കിട്ടും. അപ്പോൾ കോർഡിനേറ്റ് ജിയോമെട്രിയിൽ നമുക്ക് ഈ ഒരു പോയിന്റിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് രണ്ട് ഐറ്റം യൂസ് ചെയ്തില്ല, അല്ലെങ്കിൽ രണ്ട് ബേസ് ആയിട്ട് നമ്മൾ രണ്ട് കാര്യങ്ങൾ എടുത്തു. അതിനെയാണ് നമ്മൾ പൊതുവെ ആക്സിസ് എന്ന് പറയുന്നത്. ആക്സിസ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ള എക്സ് ആക്സിസ് അതുപോലെ തന്നെ വൈ ആക്സിസ്. എക്സ് ആക്സിസും വൈ ആക്സിസും. എക്സ് ആക്സിസ് ഹോറിസോണ്ടൽ ആയിരിക്കും, വൈ ആക്സിസ് ആണെങ്കിൽ വെർട്ടിക്കൽ ആയിരിക്കും. അപ്പം ഞാനിവിടെ ഒരു പോയിന്റ് ചുമ്മാ എടുക്കുകയാണ്. 2 3 എന്നൊരു പോയിന്റ് എടുത്തെന്ന് വിചാരിച്ചു. ഈ 2 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനി എന്താണെന്നറിയണം. ഓക്കെ, ഈ മീറ്റിംഗ് പോയിന്റ് 0 ആയിരിക്കും. ഓക്കെ, ഇത് 1 ആയിരിക്കും, ഇത് 2 ആയിരിക്കും, ഇത് 3 ആയിരിക്കും, ഇത് 4, ഇത് 1, ഇത് 2, ഇത് 3. അതുപോലെ തന്നെ ഇങ്ങോട്ടേക്കുള്ളത് 0ൻ്റെ ഇപ്പുറത്തോട്ടാണ് വരുന്നത്. അത് എക്സ് ആക്സിസിലാണ്. സോ ഇത് -1 വരും, ഇങ്ങോട്ടേക്ക് -2 വരും, താഴെ -1 -2, ആ ഒരു രീതിയിലായിരിക്കും പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കുവാണെങ്കിൽ 2 3 എന്നൊരു പോയിന്റ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. 2 3 എന്നൊരു പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞു. ആക്ച്വലി ഈ 2 3 കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ എക്സ് ആക്സിസ്, ഇതാണ് എക്സ് ആക്സിസ്. എക്സ് ആക്സിസിൽ നിന്ന് ആ ഒരു പോയിന്റിലോട്ടുള്ള ഹൈറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് 3 ഹൈറ്റിലായിരിക്കും ഉള്ളത്. അതേസമയം വൈ ആക്സിസിൽ നിന്ന് ആ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അത് രണ്ട് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 2ലായിരിക്കും ഉള്ളത്. അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പോയിന്റ് 2 3 എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ 2 3 ഇതായിരിക്കും വരുന്നത്. അതായത് താഴേന്ന് 3 ഹൈറ്റിൽ നോക്കുക, ഇത് 3 അല്ലേ? താഴേന്ന് 3 ഹൈറ്റിലും ഈ വെർട്ടിക്കൽ ആയിട്ടുള്ള സൈഡിൽ നിന്ന് 2 ഡിസ്റ്റൻസിലുമായിരിക്കും വരുന്നത്. ഇതാണ് ഇതിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത് എക്സ് ഇത് വൈ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ, ഈ ഒരു ഡിസ്റ്റൻസ് എക്സ് ആയിരിക്കും, ഈ ഒരു ഡിസ്റ്റൻസ് വൈ ആയിരിക്കും. ഇതാണ് ഇതിന്റെ ബേസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം നോക്കാൻ പോണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ്, രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. കോർഡിനേറ്റ് ജിയോമെട്രിയിൽ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാം, അതിൻ്റെ വഴിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് രണ്ട് നമ്പേഴ്സ് വെച്ചിട്ട് നോക്കാം, എന്നിട്ട് നമുക്ക് അതിൽ നിന്ന് നമുക്ക് ഇക്വേഷൻ ഫോം ചെയ്തെടുക്കാം. അപ്പോൾ ഇത് എക്സ് വൈ എന്ന് പറഞ്ഞ് ഞാൻ എടുത്തു. ഓക്കെ, എന്നിട്ട് നമ്മുടെയൊക്കെ രണ്ട് നമ്പേഴ്സ് പറയാമെന്ന് വിചാരിച്ചു. ഓക്കെ, നമുക്ക് മാർക്ക് ചെയ്യാം. 0 1 2 3 4. ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3 4 5. ഓക്കെ, ആദ്യത്തെ പോയിന്റ് 5 4 എന്നൊരു പോയിന്റ് എടുക്കാമെന്ന് വിചാരിക്കാം. 5 4 എന്ന് പറഞ്ഞ ഒരു പോയിന്റ്, അതായത്
5 5 5 4 ഇത് 5 4. ഓക്കെ, ഇവിടെ നിന്ന് 5 ഡിസ്റ്റൻസിലും താഴെ നിന്ന് 4 ഡിസ്റ്റൻസിലും വരുന്ന പോയിന്റാണ് 5 4. അടുത്ത പോയിന്റ് ഞാൻ 1 1 എടുക്കണമെന്ന് വിചാരിക്കുക. ഈ ഒരു പോയിന്റ് 1 1. ഓക്കെ, അപ്പോൾ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് നമുക്ക് ക്വസ്റ്റ്യനെ പറഞ്ഞതെന്ന് വിചാരിക്കാം. ഓക്കെ, നമുക്കറിയാം ഇതാ ഈ ഒരു ഡിസ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ അത് എത്രയായിരിക്കും എന്ന് നമുക്കറിയാം. 4 ആയിരിക്കുമെന്ന് നമുക്കറിയാം. 4 ആയിരിക്കുമെന്നറിയാം. അതുപോലെ തന്നെ ഈ ഒരു ഡിസ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ അത് 5 ആയിരിക്കുമെന്ന് എനിക്കറിയാം. ഓക്കെ, ഇനി 1 1 1 1 എന്ന് പറയുമ്പോൾ ഈ ഒരു ഡിസ്റ്റൻസും 1, ഈ ഒരു ഡിസ്റ്റൻസും 1. അതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഞാനിത് ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുമെന്ന് വിചാരിച്ചു. നേരെ പെർപെൻഡിക്കുലർ ആയിട്ട് തന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുവാണ്. ഇതും ഓക്കെ. അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് 1 ആണ്, ഇത് ടോട്ടൽ 5 ആണെങ്കിൽ, ഇത് മൊത്തം ഡിസ്റ്റൻസ് 5 ആണ്, ഇത് 1 ആണെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസിനെ എനിക്ക് 4 എന്ന് പറയാം. കറക്റ്റ് അല്ലേ? കാരണം ഇവിടം തൊട്ട് ഇവിടം വരെ 5 ആണ്, ഇവിടം തൊട്ട് ഇവിടം വരെ 1 ആണ്. അപ്പോൾ ഇതിനെ എനിക്ക് 4 എന്ന് പറയാം. അതുപോലെ തന്നെ ഈ ഒരു ടോട്ടൽ ഡിസ്റ്റൻസ് ഇവിടം തൊട്ട് ഇവിടം വരെ 4 ആണ്, 4 യൂണിറ്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടം തൊട്ട് ഇവിടം വരെ 1 യൂണിറ്റ് ആണ്. ഈ ഒരു ഡിസ്റ്റൻസിന് എനിക്ക് എന്ത് പറയാം? 4 - 1 3 യൂണിറ്റ് ഉണ്ടെന്ന് പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോയിന്റ് അല്ലേ? ഇത് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഇത് പാരലൽ വരച്ചു കഴിഞ്ഞാൽ ഇതും പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ്, ഈ കിടക്കുന്ന ഡിസ്റ്റൻസ്, അതായത് ഈ ഒരു പോയിന്റ് തൊട്ട് ഈ ഒരു പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇത് പെർപെൻഡിക്കുലർ ആണ്, ഇത് 4 ആണ്, ഇത് 3 ആണ്. അങ്ങനെയാണെങ്കിൽ പൈതഗോറസ് തിയറം ട്രിപ്ലറ്റ് എത്ര വരും? 3 4 5 ആണ് ട്രിപ്ലറ്റ്. ഈ ഒരു ഡിസ്റ്റൻസ് 5 എന്ന് എനിക്ക് പറഞ്ഞു കിട്ടും. ആ ഒരു ഡിസ്റ്റൻസ് 5 എന്ന് പറഞ്ഞു കിട്ടും. അല്ലെങ്കിൽ നമ്മളിവിടെ എന്താ ചെയ്തത്? 3ന്റെ സ്ക്വയർ എടുത്തു പ്ലസ് 4ന്റെ സ്ക്വയർ എടുത്തു, അതിൻ്റെ റൂട്ട് എടുത്തു. അതാണ് 5. ഓക്കെ, ഇങ്ങനെയാണ് 5 കിട്ടിയത്. ഓക്കെ, ഇനിയിപ്പോൾ ഈ 4 എങ്ങനെയായിരുന്നു ഫോം ചെയ്തത്? 4 ഫോം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ എക്സിൻ്റെ കോർഡിനേറ്റിൽ നിന്ന് ഇവിടുത്തെ എക്സിൻ്റെ കോർഡിനേറ്റ് നമ്മൾ കുറച്ചു, അപ്പോഴാണ് ഈ 4 കിട്ടിയത്. അതുപോലെ ഈ 3 എങ്ങനെ കിട്ടിയ? ഇവിടുത്തെ വൈൻ്റെ കോർഡിനേറ്റിൽ നിന്ന് ഇവിടുത്തെ വൈൻ്റെ കോർഡിനേറ്റ് നമ്മൾ കുറച്ചു, അപ്പോഴാണ് ഈ 4 കിട്ടിയത്. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഈ 5നും 4നും പകരം ഇത് x2 എന്നും ഇത് y2 എന്നും ഞാൻ റെപ്രസെൻ്റ് ചെയ്യുവാണ്. അതുപോലെ തന്നെ ഇത് x1 എന്നും ഇത് y1 എന്നും ഞാൻ റെപ്രസെൻ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ ഒരു പോർഷൻ ഞാനിത് മായ്ച്ചിട്ട് എഴുതാം. ഓക്കെ, അല്ല വേണ്ട, വേറെ കളറിൽ റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ ഒരു പോർഷന്, ഈ ഒരു 5 - ഇതിനെ എനിക്ക് എന്തെഴുതാം? x2 - x1 എന്ന് എഴുതാം. അതുപോലെ തന്നെ ഈ ഒരു പോർഷൻ എനിക്ക് y2 - y1 എന്ന് എഴുതാം. ഓക്കെ, ഇനി ഞാനത് വ്യക്തമായിട്ട് കോംപ്ലിക്കേറ്റഡ് ആകാതിരിക്കാൻ വേണ്ടി ഞാൻ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റുമെന്ന് വിചാരിച്ചു. ഓക്കെ, നമ്പേഴ്സും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റി. ഇനിയിപ്പോൾ നമുക്ക് ആ പോയിന്റ്സ് മാത്രം മതി. ഓക്കെ, ഇത് x2, ഇത് y2, ഇത് x1, ഇത് y1. അപ്പോൾ നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് കിട്ടണമെങ്കിൽ ഇത് ഇത്രയും ലെങ്ത് ഇത് x2 ആണ്, ഇത്രയും ലെങ്ത് x1 ആണ്. അപ്പോൾ ഇത് x2 - x1 ആയിരിക്കും ഈ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്ന ലെങ്ത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ലെങ്ത് y2 - y1 ആയിരിക്കും. ഓക്കെ, നമ്മൾ പിന്നീട് എന്താ ചെയ്ത? ഈ ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് സ്ക്വയർ എടുത്തിട്ട് ആഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ 2 പോയിന്റിന്റെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും? x2 -
x1 the whole square പ്ലസ് y2 മൈനസ് y1 the whole square ആയിരിക്കും. y2 മൈനസ് y1 the whole square ആയിരിക്കും. ഇതാണ് വരാൻ പോകുന്നത്. ഇതാണ് അതിൽ ആദ്യത്തെ നമുക്ക് പഠിക്കേണ്ട ഇക്വേഷൻ ആയിട്ട് വരുന്നത്. രണ്ട് പോയിന്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ ആ പോയിന്റ്സിന്റെ ഡിസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ x2 മൈനസ് x1 y2 മൈനസ് y1 ആയിരിക്കും. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമുക്കൊരു രണ്ട് പോയിന്റ് 1 2 അതുപോലെ തന്നെ 3 4 വിചാരിച്ചു. ഈ രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ x2 മൈനസ് x1 3 മൈനസ് 1 2 2ന്റെ സ്ക്വയർ പ്ലസ് 4 y2 മൈനസ് y1 4 മൈനസ് 2 2ന്റെ സ്ക്വയർ. ഇതിന്റെ റൂട്ടായിരിക്കും അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി ഇതേ ഐറ്റം തന്നെ നമുക്ക് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പോയിന്റാണ്. ഇനി ഒരു പോയിന്റും ഒറിജിനുമായിട്ടുള്ള ഡിസ്റ്റൻസ് ചില സമയത്ത് ചോദിക്കാറുണ്ട്. ഒരു പോയിന്റും ഒറിജിൻ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ആ 0 0 ഉള്ള പോയിന്റാണ് ഒറിജിനായിട്ട് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, 0 0 ഉള്ള പോയിന്റാണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്, ഒറിജിനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇത് എക്സ് ആക്സിസ് ആണ്, ഇത് വൈ ആക്സിസ് ആണ്. അപ്പോൾ ഞാനൊരു പോയിന്റ് ചുമ്മാ എടുത്തു, x1 y1 എന്നൊരു പോയിന്റ് ഉണ്ട്, x1 y1 എന്നൊരു പോയിന്റ് ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ഒരു പോയിന്റും ഒറിജിനും ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് നിങ്ങൾക്ക് സപ്പോസ് ചോദിച്ചതെന്ന് വിചാരിക്കും. ഓക്കെ, നമുക്ക് ഇക്വേഷനിൽ അറിയാം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പോയിന്റ്സ് എന്ന് പറയുന്നത് √x2 മൈനസ് x1 the whole square plus y2 മൈനസ് y1 the whole square. ഓക്കെ, ഇവിടെ ഒറിജിൻ എന്ന് പറയുമ്പോൾ അതെന്താകും, 0 0 ആകും, 0 0 ആകും. അതായത് ഇവിടുത്തെ x1ഉം 0 ആകും, y1ഉം 0 ആകും. അപ്പോൾ ഒറിജിനുമായിട്ടുള്ള ഡിസ്റ്റൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ നമ്പർ ആ പോയിന്റിന്റെ ഒറിജിനുമായിട്ടുള്ള ഡിസ്റ്റൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് അതിന്റെ സ്ക്വയർ എടുക്കുക, ആഡ് ചെയ്യുക, അത്ര മാത്രം ചെയ്താൽ മതി. കാരണം അപ്പുറത്തെ പോയിന്റ് എന്താവും, 0 ആവും. ഇപ്പം നമ്മൾ ചെയ്യാൻ പോയി കഴിഞ്ഞിരുന്നെങ്കിൽ ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ x1, ഇവിടുത്തെ പോയിന്റ് x1 ആണ്. ഞാൻ ഇവിടെ ഇത് ജനറൽ ഇക്വേഷൻ ആണ്. ഇവിടുത്തെ x1 ഈ x1 തിരിഞ്ഞു പോകരുത്. അപ്പം ഇത് 0 the whole square പ്ലസ് y1 0 the whole square. ഓക്കെ, ഇങ്ങനെ വരും. അപ്പോൾ അതിൽ നിന്ന് 0 പോയി ബാക്കി പോയിട്ട് x1 സ്ക്വയർ y1 സ്ക്വയർ എന്ന് പറഞ്ഞ് വരും. ഇതാണ് ആദ്യത്തെ നമ്മുടെ എന്തെന്ന് പറയുന്നത് കോർഡിനേറ്റ് ജിയോമെട്രിയിൽ പഠിക്കാനുള്ള ആദ്യത്തെ ഇക്വേഷൻ ആയിട്ട് വരുന്നത്. അടുത്തതിൽ നമ്മൾ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ഷൻ ഫോർമുല ആയിരിക്കും. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.